ിലേക്ക് എങ്ങനെ പോകാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ചലാൽ വില്ലേജിൽ നിന്ന് രസോൾ വില്ലേജിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളൊരു ട്രക്കിംഗ് നടന്ന് നമുക്കൊരു 4 മണിക്കൂർ വരെ സമയമെടുക്കും മുകളിലെത്താനായിട്ട്. ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ തന്നെ ട്രക്കിങ്ങിന് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഉച്ചയാകുമ്പോൾ നമ്മൾ കുറച്ച് ടയേർഡായി പിന്നെ നമ്മൾ കയറുക പകുതി വഴിക്ക് തന്നെ നമ്മൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് റെസോൾ വില്ലേജിൽ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേ ഓപ്ഷൻ അവൈലബിൾ ആണ്. 700 രൂപ മുതൽ നമുക്ക് റൂം അവൈലബിളായി നമുക്ക് കിട്ടും. ചലാൽ വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ വഴികൾ കൂടാണ് നമ്മൾ റെസോൾ വില്ലേജിലേക്ക് പോകേണ്ടത്. അങ്ങോട്ടേക്ക് കാറോ ബൈക്കോ അങ്ങനെയൊന്നും പോകില്ല. അവർ കഴുതകളെ ആശ്രയിച്ച് മാത്രമാണ് അങ്ങോട്ട് സാധനങ്ങൾ എത്തിക്കുന്നതെല്ലാം ചെയ്യുന്നതും. പോകുന്ന വഴിക്ക് കണ്ടൊരു അരുവിയാണിത്. ചലാൽ വില്ലേജിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലുള്ള പിന്നെ റോഡുകളില്ല. റോഡുകളെല്ലാം ഒലിച്ചു പോയി കഴിഞ്ഞ പ്രളയകാലത്ത്. അതുകൊണ്ട് ചെറിയൊരു ഇടവഴി കൂടി ഇങ്ങനൊരു വഴി കൂടെ വേണം നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട്. സാധനങ്ങൾ ആൾക്കാർ ഒന്നെങ്കിൽ ചുമട് അല്ലെങ്കിൽ കഴുതകളെ ആശ്രയിച്ചാണ് അവർ സാധനങ്ങൾ മുകളിലേക്ക് താഴേക്ക് ഇറക്കുന്നതും ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് നമ്മളിപ്പോൾ എത്തി. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോടെ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റസോൾ വില്ലേജിലേക്ക് എത്തിച്ചേരാം. പോകുന്ന വഴികളിൽ കടകളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഒരു കട മാത്രമേ ഉള്ളൂ നമ്മൾ പോകുന്ന വഴിയില്ല, വേറെ കടകളില്ല. ഇതിപ്പം തുറന്നിട്ടില്ല. ഞാൻ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഭക്ഷണ സാധനങ്ങളും വേണം, കരുതിയിട്ട് വേണം മുകളിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങാനായിട്ട്. ഇപ്പം ഞാൻ ഏകദേശം ഇതിൻ്റെ മുകളിലെത്താറായി. ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും മുകളിലെത്തി. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ തൊടരുത്, തൊട്ട 5000 ഫൈൻ എന്നാണ്. ആ കാണുന്നതാണ് അമ്പലം. ഇടതുവശത്തായി കണ്ടതാണ്. ഈ കാണുന്നൊരു ചെറിയൊരു വില്ലേജാണ് റസോൾ വില്ലേജ്. ഇവിടെ നമുക്ക് താമസവും നമുക്ക് ഭക്ഷണമൊക്കെ അവൈലബിൾ ആയിട്ട് ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്.